ഹലോ ഹായ് നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും ആദ്യമായിട്ട് രാവിലെ എണീറ്റിട്ട് പിപ്പിരി ആയിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. എന്തുണ്ട് വിശേഷമൊക്കെ? എല്ലായിടത്തും മഴയൊക്കെ മാറിയാൽ നമുക്കിവിടെ മഴയൊക്കെ കുറഞ്ഞു കേട്ടോ. മഴ കുറഞ്ഞൊക്കെ വരുന്നുണ്ട്. സുഖമായിട്ടിരിക്കുന്നു, കുഴപ്പമൊന്നുമില്ല. ഫിസിയോതെറാപ്പിക്കൊക്കെ എന്നും പോകുന്നുണ്ട് അല്ലേ പൊന്നാ? തെറാപ്പിക്കൊക്കെ നമ്മൾ എന്നും പോകുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ കുഴപ്പമൊന്നുമില്ലാതെ സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് നമ്മുടെ വീഡിയോ എന്താണെന്നറിയാവോ? ആദ്യമായിട്ട് പറയുമോ? പറയൂ, ഇന്നത്തെ വീഡിയോ എന്താന്ന് ആദ്യമായിട്ട് പറയൂ കേട്ടോ. എന്താന്ന് വീഡിയോ പറഞ്ഞേ, പറയോ? ആദ്യമായിട്ട് ഇന്ന് വീഡിയോ എന്താണെന്ന് ആദ്യമായിട്ട് പറയാൻ നമ്മളോട് പറഞ്ഞിട്ടാണ് ഞാനിവിടെ ഇരുന്നത്. പക്ഷേ ആദ്യമായിട്ട് പിപ്പിരി വേറെ ഒന്നും വിചാരിക്കേണ്ട. രാവിലെ എണീറ്റ് വന്നാൽ ഇച്ചിരി നേരത്തേക്ക് ഒരു പിപ്പിരിയാണ്. അത് കഴിഞ്ഞ് അങ്ങ് ആദ്യമായിട്ട് എങ്ങിതാവും കേട്ടോ. കാരണം ഇതിലേക്ക് പുറത്ത് കൊണ്ടുപോകണം. അതുകൊണ്ടിക്ക് അങ്ങനെയൊക്കെയാണ്. അപ്പോൾ എണീറ്റ് വന്നാൽ ചെറിയൊരു പിപ്പിരിയാണ്, അതങ്ങ് മാറും. എണീറ്റ് വന്നിട്ടേ ഉള്ളൂ. എണീറ്റ് വന്നാൽ അതുകൊണ്ട് ഒരു ഗ്ലാസ് ചായയൊക്കെ കുടിച്ചിട്ട് ഇരിക്കുവാണ് അല്ലേ? ഇച്ചിരി ചായ കൊടുത്തോട്ടെ. ഇന്ന് കുറച്ച് ചായയൊക്കെ കുടിച്ചിട്ട് കുഞ്ഞുവാവ അമ്മയുടെ മടിയിൽ കയറി ഇരിക്കുവാണ്. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഒത്തിരി സന്തോഷം തരുന്നൊരു വീഡിയോ ആണ്. അമ്മയ്ക്ക് സന്തോഷമുള്ള വീഡിയോ ആണ്. കുറച്ച് പേര് നമ്മുടെ ചാനലിൽ, നമ്മുടെ ഫാമിലിയിലെ ആദുട്ടിനെ സ്നേഹിക്കുന്ന ഒരു കുറഞ്ഞ നമ്മളായിട്ട് പേഴ്സണൽ കോണ്ടാക്റ്റ് ഉള്ള കുറച്ച് പേർക്കറിയാം ഇന്നത്തെ വീഡിയോ എന്താണെന്ന്. അവർക്കറിയാവുന്ന കാര്യമാണ്. അങ്ങനെ എൻ്റെ നല്ല എൻ്റെ 7 വർഷത്തെ പ്രയത്നത്തിൻ്റെ ഫലമായിട്ട് ആദുട്ടി ചെറുതായിട്ട് വർത്താനം പറയാൻ തുടങ്ങി കേട്ടോ. ചെറുതായിട്ട്. പിന്നെ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയുണ്ട് ആദുട്ടിക്ക് ശരിയാവണം എന്നുള്ളത്. ഒരുപാട് പേര് പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാവരുടെയും പ്രാർത്ഥനയുടെ ഫലമായിട്ട് നമ്മുടെ ആദുട്ടി ചെറുതായിട്ടൊന്ന് വർത്താനമൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അത് ഈ ആദുട്ടി കുറച്ച് ദിവസം മുമ്പ് തൊട്ട് ആദുട്ടിനെ വിളിക്കുമ്പോൾ അത് വേന്ന് വിളിക്കുമ്പോൾ ആദുട്ടി അതോ അതോ അതുട്ടി അപ്പം വേണോ? അതുട്ടി വർത്താനം പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറച്ച് നാൾ മുമ്പ് അതുട്ടിൻ്റെ വായിൽ കൂടി നന്നായിട്ട് വെള്ളം വരുമായിരുന്നു കേട്ടോ. ഭയങ്കരമായിട്ട് വെള്ളം വരുമായിരുന്നേ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, നമ്മുടെ ഒരു സാറുണ്ട്, ഹരിസാർ എന്ന് പറയുന്ന സാറുണ്ട് കേട്ടോ. അതുട്ടിനെ തെറാപ്പി ചെയ്യുന്ന BRCയിലെ. അപ്പോൾ ഞാൻ സാറിനോട് ചോദിച്ചായിരുന്നു, സാർ എന്താണ് ആദുട്ടിയുടെ വായിൽ നിന്ന് ഇങ്ങനെ വെള്ളം വരുന്നത്? അപ്പോൾ സാർ എന്നോട് പറഞ്ഞു, ആദുട്ടി വർത്താനം പറയാനായിട്ടുണ്ട്, അതാണ് വെള്ളം വരുന്നതെന്ന് പറഞ്ഞു. പിന്നെ ആദുട്ടിയുടെ വായിൽ ആദ്യം വരുന്ന വാക്കെന്ന് പറഞ്ഞാൽ കായാണ്. അന്നേരം സാറിനോട് പറഞ്ഞു, വാക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആദുട്ടി വർത്താനം പറയൂ എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഇപ്പം വെള്ളം വരാൻ തുടങ്ങിയിട്ട് ഒരു 6-7 മാസമായി. അതിപ്പം ആദുട്ടി നമ്മൾ എന്ത് ചോദിച്ചാലും, അപ്പം ഞാനിപ്പോൾ എന്ത് പറഞ്ഞാലും ചില വാക്കുകളൊക്കെ നന്നായിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട്, ചിലത് മനസ്സിലാവില്ല, ചിലത് നമുക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. അപ്പം അത് ഒരുപാട് സന്തോഷമാണ്, ഒത്തിരി സന്തോഷമാണ്. അപ്പോൾ ഈ ആദുട്ടി കാക്കാന്ന് പറയും. പിന്നെ നമ്മൾ സോനു ഞാനും കൂടി നമ്മൾ ഫിസിയോതെറാപ്പിക്ക് പോകുമ്പോൾ വണ്ടിയിലിരിക്കുമ്പോൾ സോനുവിനോട് ഇന്നലെ ചോദിക്കുന്ന കേട്ടോ, എന്നാന്നോ എന്തോന്ന് സോനുവിനോട് ഇന്നലെ വർത്താനം പറഞ്ഞു. പിന്നെ അപ്പൂനെ ഇടയ്ക്ക് നമ്മൾ പ്രതീക്ഷിക്കാതിരിക്കുമ്പോൾ വിളിക്കുന്നത് കേൾക്കാം. അങ്ങനെ നമ്മൾ എന്തായാലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ എന്തായാലും പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പറയാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് കേട്ടോ. വർത്താനം പറയുന്നുണ്ടോ ചേട്ടൻ? കേട്ടോ. അപ്പോൾ അതും ഇങ്ങനെ നമ്മളോട് എന്തെങ്കിലും പറയുമ്പോൾ തന്നെ തിരിച്ച് അത് പറയാൻ ശ്രമിച്ചപ്പോൾ എനിക്ക് മനസ്സിലായിരുന്നു ഞാൻ ആദുട്ടി പറയുമെന്നറിയായിരുന്നു. പിന്നെ ഈ കഴിഞ്ഞ ദിവസം നമ്മളെ അത്രയധികം സ്നേഹിക്കുന്ന ആദുട്ടിയുടെ ഒരു അമ്മയുണ്ട് അല്ലേ, പേര് പറയാൻ പറ്റില്ല. ആ അമ്മ മേഡം കേട്ടോ. മേഡം വിളിച്ച് ആദുട്ടീന്ന് കുറേ വർത്താനം പറഞ്ഞപ്പോൾ അവിടുത്തെ കുഞ്ഞിൻ്റെ കാര്യമൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പം ആദുട്ടീനോട് ഞാൻ കുഞ്ഞെന്തിയെന്നൊക്കെ ചോദിക്കാൻ തുടങ്ങി. ഇപ്പോൾ ആദുട്ടി അതേപോലെ തിരിച്ചു ചോദിച്ചു. പക്ഷേ എനിക്കത് മനസ്സിലായില്ല. ആ മേഡം 2-3 ദിവസം കഴിഞ്ഞപ്പം എനിക്ക് തിരിച്ച് മെസ്സേജ് അയച്ചിട്ട് ചോദിച്ചു, സൗമ്യ ഇതെന്താന്ന് സൗമ്യക്ക് മനസ്സിലായോ എന്ന് ചോദിച്ചു, എന്താ പറയുന്നത്. പിന്നെ കേട്ട് നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ആദുട്ടി ഞാൻ കുഞ്ഞാവെ എന്ത് ചെയ്യുന്നത് ചോദിച്ചപ്പോൾ ആദുട്ടി അതേപോലെ തിരിച്ച് ചോദിക്കണം, കുഞ്ഞാവെ എന്ത് ചെയ്യണം. നമുക്ക് ശ്രദ്ധിച്ച് കേട്ടോ, അത് മനസ്സിലാവും കേട്ടോ. അതേ ഇതിനകത്ത് കൊടുക്കുന്നില്ല, അപ്പം മനസ്സിലാകും. ആദുട്ടി ചെറിയ രീതിക്കൊക്കെ വർത്തമാനം പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അത് വലിയൊരു കാര്യമാണ്. കാരണം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചതും അതാണ്, ആദുട്ടി ഒന്ന് വർത്തമാനം പറയാൻ വേണ്ടിയിട്ടാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദുട്ടിക്ക് എനിക്കിപ്പോൾ പെട്ടെന്ന് എവിടെയെങ്കിലും, മനുഷ്യൻ്റെ കാര്യമല്ലേ, എവിടെയെങ്കിലും ഒന്ന് മാറി നിൽക്കേണ്ട ഒരു ഇത് മാറി നിൽക്കേണ്ട വന്നിട്ടുണ്ടെങ്കിലും
ആദൂട്ടിക്ക് ആരുടെയും ഇച്ചിരി വെള്ളം വേണേലും ഭക്ഷണം വേണേലും ആദൂട്ടിക്ക് ചോദിച്ച് മേടിച്ച് കഴിക്കണം. അതെനിക്ക് വലിയൊരു കാര്യമാണ്. പിന്നെ കഴുത്തുറച്ച് കഴിഞ്ഞിട്ട് നടക്കലും ഇരിക്കലൊക്കെ അത് മെല്ലെ സാവധാനം മതി. പക്ഷേ നമുക്ക് എന്താ വേണ്ടതെന്നും നമുക്ക് എന്താ ചെയ്യേണ്ടതെന്നും അതല്ല, നമുക്കൊരു വേദന വന്നിട്ടുണ്ടെങ്കിൽ എന്താ വേദന എന്ന് പറയണ്ടേന്നും ഒക്കെ ആദൂട്ടി ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ കാര്യമല്ലേ. അപ്പോൾ അതിൽ ഭയങ്കര ഹാപ്പിയാണ്, നമ്മളെല്ലാവരും ഹാപ്പിയാണ് കേട്ടോ. നിങ്ങൾ ഹാപ്പി ആവുമെന്ന് അത് നമുക്ക് ഉറപ്പാണ്. ആദൂട്ടീനെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്, അവരും ഹാപ്പി ആവുമെന്ന് നമുക്ക് ഉറപ്പുണ്ട് കേട്ടോ. ഇതിപ്പോൾ എന്തോ പിടിക്കാൻ പോകുന്ന പോലെയാണ് പൊന്തിച്ച് വെച്ചുകൊണ്ട് പോകുന്നത്. എന്ത് പിടിക്കാനാ ഉണ്ടോ? അപ്പോൾ നിങ്ങൾ ഹാപ്പി ആവുമെന്ന് നമുക്ക് ഉറപ്പാണ്. കാരണം ആദൂട്ടിയുടെ ഓരോ വളർച്ചയ്ക്ക് വേണ്ടി നോക്കി നിൽക്കുന്നവരാണ്. ആദൂട്ടിയുടെ ഓരോ മാറ്റവും എന്നേക്കാളും മുമ്പായിട്ട് നിങ്ങൾക്ക് നമ്മുടെ ഫാമിലിക്കാണ്, യൂട്യൂബ് ഫാമിലിയിലുള്ള ഓരോരുത്തർക്കുമാണ് മനസ്സിലാവുന്നത്. അപ്പോൾ അങ്ങനെ ആദൂട്ടിയുടെ അടുത്ത് വായിന്ന് ചെറിയ ചെറിയ വാക്കുകൾ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. ഫുഡ് വേണമെന്ന് ചോദിച്ചിട്ടുണ്ട്, ആന്ന് പറയും. മതിയായി കഴിഞ്ഞാൽ എന്ന് പറയും. പിന്നെ ആദൂട്ടിക്ക് വിശന്നിട്ടുണ്ടെങ്കിൽ ആദൂട്ടി ഇപ്പോൾ ഓരോ ഇതിലൂടെ നമുക്കത് അതും മനസ്സിലാകാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു 20% ആദൂട്ടിൻ്റെ കാര്യത്തിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അത് ഒരുപാട് സന്തോഷമാണ് കേട്ടോ. അത് എൻ്റെ മാത്രമല്ല, നമ്മുടെ ഫിസിയോതെറാപ്പി സെൻറ്ററിൽ പോകുന്ന എല്ലാവരുടെയും ഒത്തിരി പേരുടെ സപ്പോർട്ടുണ്ട് കേട്ടോ. ഒരുപാട് പേരുടെ സപ്പോർട്ടും ഉണ്ട്, ഒരുപാട് പേരുടെ പ്രാർത്ഥനയുണ്ട്. അപ്പം അതിലൊക്കെ അതിലൊക്കെ ആദൂട്ടി ഹാപ്പിയാണോ? അപ്പം ഞാൻ ആദ്യം തുടങ്ങിയതെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ ഫുഡിൻ്റെ എടുത്ത് കഴിയുമ്പോൾ ആദൂട്ടിനോട് ഇഷ്ടമായോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതിലാണ് ആദൂട്ടി എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയത് കേട്ടോ. അതിൽ നിന്ന് പറഞ്ഞാണ് ഇപ്പം ആദൂട്ടി എന്നൊക്കെ പറഞ്ഞത്. പിന്നെ നമ്മൾ ലൈവിലൊക്കെ ഇരുന്ന് ഒരുപാട് നേരം സംസാരിക്കുകയല്ലേ, ഒരുപാട് നേരം സംസാരിച്ച് കഴിയുമ്പോൾ ആദൂട്ടിക്ക് അത് മനസ്സിലാവുന്നുണ്ട്. പിന്നെ മിനിയാന്ന് ലൈവിലിരുന്നപ്പോൾ ആദൂട്ടി ഹായ് എന്ന് പറഞ്ഞു. അപ്പം അതൊക്കെ എല്ലാവരും കേട്ട കാര്യം തന്നെയാണ് കേട്ടോ. അന്നേരം എനിക്ക് തോന്നി നമ്മളെ എല്ലാവരും അറിയണ്ടേ ആദൂട്ടിക്ക് വന്ന മാറ്റമൊക്കെ എന്താണെന്ന് എല്ലാവരും അറിയണം കേട്ടോ. അതാണ് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വരുന്നത്. ഇപ്പോൾ ഓടുവാണ്, അമ്മേനെ തട്ടിയിട്ട് അമ്മേനെ ഇപ്പോൾ ഉന്തി നിലത്തിട്ടിട്ട് ഇപ്പോൾ ഓടാനുള്ള പരിപാടിയാ. ആണോ? അമ്മ തട്ടിയിടുവോ? പിന്നെ ആദൂട്ടിക്ക് നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും മനസ്സിലാകും കേട്ടോ. എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും ആദൂട്ടിക്ക് മനസ്സിലാകും. ദേഷ്യപ്പെട്ടാലും മനസ്സിലാകും, സന്തോഷമാണെങ്കിലും മനസ്സിലാകും, എല്ലാം മനസ്സിലാകും അല്ലേ. ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഫിസിയോതെറാപ്പി സെൻറ്ററിലെ ഒരു കുഞ്ഞുവാവേൻ്റെ ബർത്ത്ഡേ ആണ്, നമ്മുടെ അനീഷക്കുട്ടിയുടെ. അപ്പോൾ അനുഷ എന്നാണ് കേട്ടോ മോളുടെ പേര്. നമ്മുടെ അനുഷക്കുട്ടിയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അനുഷക്കുട്ടിക്ക് ആദൂട്ടിയുടെ ഹാപ്പി ബർത്ത്ഡേ കേട്ടോ. ഞാൻ ഇന്നത്തെ വീഡിയോ ഞാൻ പറഞ്ഞില്ല, നമ്മുടെ ആദൂട്ടിയുടെ ആദൂട്ടി വർത്താനം പറയാൻ പറഞ്ഞാൽ അങ്ങനെ നമ്മളിപ്പോൾ എന്ത് സംഭവിക്കില്ലെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിലും നമ്മളത് ഇപ്പോൾ ആദൂട്ടി ഒന്നും ചെയ്യലാന്ന് വിചാരിച്ചിട്ട് ഞാൻ ആദൂട്ടിനെ ഇങ്ങനെ മാറ്റിയിട്ടിരുന്നെങ്കിൽ ഒന്നും നടക്കില്ല. ഞാൻ എല്ലാ ആദൂട്ടിക്ക് എന്തൊക്കെ വേണം എന്നെക്കൊണ്ട് പറ്റുന്നൊക്കെ ഞാനല്ല, നമ്മുടെ ഫാമിലിയിലെ ആണേലും ഒരുപാട് സപ്പോർട്ടാണ് കേട്ടോ. എനിക്ക് ഒരുപാട് സപ്പോർട്ടാണ്. ഹസ്ബൻഡാണേലും മക്കളാണേലും ഒരുപാട് സപ്പോർട്ടാണ് ആദൂട്ടിയുടെ കാര്യത്തിൽ. മാളുവാണേലും ഉണ്ണിക്കുട്ടനാണേലും പറയും അമ്മ ആദൂട്ടീനെ നോക്കിക്കോ, അത് കഴിഞ്ഞിട്ട് മതി ഞങ്ങളുടെ കാര്യം എന്ന് പറയും. അപ്പം ഹസ്ബൻഡാണേലും പറയും ഒരു കാര്യം ചെയ്യുക, അവന് നോക്കിയിട്ട് ഭക്ഷണം ഉണ്ടാക്കിയാൽ മതി, അല്ലെങ്കിൽ നീ ഉണ്ടാക്കണ്ടെന്ന് പറയും. ഇപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ ഞാൻ പോകുമ്പോൾ ഞാൻ ഒന്നും ചെയ്യാതെ കേട്ടോ, ചോറ് മാത്രം വെച്ചിട്ടാണ് പോകുന്നത്. എനിക്ക് വയ്യാത്തതുകൊണ്ട് ഹസ്ബൻഡാണ് ഫുൾ സപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ മാളക്കൊച്ചും ഉണ്ണിക്കുട്ടനും എല്ലാവരും കൂടി വരുമ്പോഴത്തേക്കും നമ്മളെല്ലാവരും കൂടി വന്നിരുന്ന് ഒരു ലൈവ് ചെയ്യാമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. മക്കളെല്ലാവരും കൂടി വരട്ടെ കേട്ടോ. ഇപ്പം വന്നിരുന്ന് ആദൂട്ടിനെ വെച്ച് നമ്മുടെ ഫാമിലി ഫുള്ളായിട്ട് ഒരു ലൈവ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. കണ്ടോ ഈ പിപ്പിരി ഉണ്ടോ? അത് ചുമ്മാതെ കേട്ടോ. ആദൂട്ടിക്ക് രാവിലെ എങ്ങോട്ടേലൊക്കെ പോകണം, അപ്പൂസിൻ്റെ വീട്ടിലൊക്കെ പോകണം. പിന്നെ നമ്മുടെ താഹിറ ഫുൾ സപ്പോർട്ടായിട്ട് എൻ്റെ കൂടെ തന്നെയുണ്ട്. എല്ലാവരും നമ്മുടെ ശ്രീവിദ്യ ആണേലും വിഷ്ണു ആണേലും തെറാപ്പി സെൻറ്ററിൽ എല്ലാവരും ആണേലും എല്ലാവർക്കും സന്തോഷമാണ് കേട്ടോ. ആദൂട്ടി വർത്താനം പറയാൻ തുടങ്ങിയപ്പോൾ താഹിറയ്ക്കൊക്കെ ആണെങ്കിൽ ഭയങ്കര സന്തോഷമാണ്. കണ്ടോ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഈ പിപ്പിരി കുറച്ച് കഴിഞ്ഞാൽ ഇല്ല ഇതങ്ങ് മാറും കേട്ടോ. ആദൂട്ടി എണീറ്റ് വന്നു കഴിഞ്ഞിട്ടുള്ള ഒരു ബഹളം ഒച്ചപ്പാടൊക്കെയാണ്. പക്ഷേ എക്സസൈസ് പോലെ ഉണ്ട്, കൈയൊക്കെ ഇതാ പൊന്തിച്ചിട്ട്. എക്സസൈസ് ആണോ? ആദൂട്ടി എക്സസൈസ് ചെയ്യുവാണേ. ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എക്സസൈസ് ചെയ്യാൻ. ഞാൻ പിന്നെ നമ്മുടെ വീഡിയോ എന്നും എടുക്കുന്നത് രാവിലെയാണ് കേട്ടോ. ഈ രാവിലെയാണ് എടുക്കുന്നത്. അപ്പോൾ ഈ സന്തോഷ വർത്താനം എല്ലാവരോടും പറയാൻ വേണ്ടിയിട്ട് വന്നതാണ്. നമ്മുടെ ആദൂട്ടി അങ്ങനെ വർത്താനം പറയാൻ തുടങ്ങി. ചെറിയ രീതിക്കുള്ളൂ, വലിയ രീതിക്കൊന്നുമില്ല. അത് തന്നെ നമുക്ക് വലിയൊരു സന്തോഷമാണ്. ആദൂടെ വായിന്ന് എന്നൊരു വാക്ക് വന്നാൽ തന്നെ സന്തോഷമാണ്. അപ്പോൾ ആദൂട്ടി കുറച്ചൊക്കെ പറയാൻ തുടങ്ങി. നമ്മൾ പ്രതീക്ഷിക്കാതെ പറഞ്ഞു കളയും കേട്ടോ. അപ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷമുള്ള കാര്യമാണ് ജീവിതത്തിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. 2025 ഞാൻ പറഞ്ഞില്ലേ ആദൂട്ടി ഓടി നടക്കാനും
ആദൂട്ടി വർത്താനം പറയാനും ആദൂട്ടിനെ പോലെയുള്ള എല്ലാ മക്കളും കേട്ടോ. ആദൂട്ടിക്ക് വേണ്ടിയല്ല എല്ലാവരും പ്രാർത്ഥിക്കട്ടെ, ആദൂട്ടിനെ പോലെയുള്ള എല്ലാ മക്കൾക്ക് വേണ്ടിയിട്ടും എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ. ഇവിടെ ഒരു ചെറുക്കനുണ്ട്, എന്നിപ്പോൾ കൈയിട്ടിരുത്താം അത് നമുക്ക് ഇങ്ങനെ കൈയിട്ടിരുത്താം. ഉണ്ടോ ഒന്ന് മനസ്സിലായേ? കൈകെട്ടി അടങ്ങിയിരിക്കാത്ത പിള്ളേർ ഇങ്ങനെ കൈ കെട്ടിയിരുത്തണം കേട്ടോ. അപ്പോൾ ആദൂട്ടിനെ കാണാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. നമ്മുടെ വീഡിയോ ഇന്ന് എപ്പോൾ വരുമെന്നൊന്നും അറിയില്ല കേട്ടോ കൂട്ടുകാരെ, നമുക്ക് കറണ്ടില്ല, അതുകൊണ്ട് എപ്പോൾ വരുമെന്നൊന്നും അറിയത്തില്ല. നമ്മളിങ്ങനെ ആദൂട്ടിയുടെ ചെറിയ വിശേഷങ്ങളും ആദൂട്ടിക്ക് വരുന്ന മാറ്റങ്ങളും ഒക്കെ ആയിട്ടാണ് നമ്മൾ വീഡിയോ ആയിട്ട് പോരുന്നത്. വലിയ കണ്ടന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മുടെ വീട് എങ്ങനെയാണോ നമ്മൾ എങ്ങനെയാണോ അത് തന്നെയാണ് കേട്ടോ ഞാൻ പോരുന്നത്. കാരണം നിങ്ങൾക്കറിയാം, എനിക്ക് പുറത്ത് പോയി ഒന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല. ഈ കള്ളച്ചെടുക്കനാണെങ്കിൽ ഒന്നിനും സമ്മതിക്കത്തില്ല കേട്ടോ. ഈ ചെറുക്കനെ കേട്ടോ ഒന്നിനും സമ്മതിക്കത്തില്ല. പിന്നെ ആദൂട്ടീനോട് ഞാൻ വായിൽ ഒരുപാട് വർത്താനം പറയും കേട്ടോ. ഒരുപാട് വർത്താനം ഞാൻ ആദൂട്ടീനോട് പറയും. അപ്പോൾ ഒത്തിരി ചുമൊച്ചെടുത്തൊക്കെ വർത്താനം പറഞ്ഞാലും ആദൂട്ടിക്ക് അത് ശരിയാണ്. ചക്കരേ പൊന്ന അമ്മയുടെ മോനിതാ, ഇതാണോ കേട്ടോ അമ്മയുടെ മോനിതാണ് കേട്ടോ. അമ്മയുടെ പൊന്നിതാ, മാളോന്റെ പൊന്നേതാ, അമ്മയുടെ സുന്ദരി ഏതാ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായോ കൂട്ടുകാരെ? ഇഷ്ടമായോന്ന് വെച്ചേ? ഇഷ്ടമായോ? നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൻ അടിച്ചു പൊട്ടിക്കാൻ മറക്കരുത്. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും പതിവ് പോലെ ആദൂട്ടിയുടെ ഒരു ഉമ്മ. അപ്പം നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ടാറ്റാ, ബൈ ബൈ.